ഔട്ട്ഡോർ കണക്ഷൻ ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണക്ടർ ഇത് അവിടെ ചെയ്യുന്നു, കണക്ടർ കൊടുത്തിരിക്കുന്നു. നൈട്രജൻ ഒരു 5 PSIയോളം ഇതിലൂടെ ഫ്ലഷ് ചെയ്യണം. നൈട്രജൻ ഫ്ലഷ് ചെയ്ത് ഇതിലൂടെ വന്നോളും, കുഴപ്പമില്ല. നൈട്രജൻ ഇട്ടാണ് നമ്മൾ VRV കൂടുതലും ചെയ്യുന്നത് കേട്ടോ. നൈട്രജൻ ഇട്ട് ബ്രേസ് ചെയ്യുന്നതാണ് നല്ലത്, അകത്ത് കാർബൺ പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേസിങ്ങിലേക്ക് കിടക്കാൻ നോക്കണ്ട. പിന്നെ വാൽവൊക്കെ നല്ല വെറ്റായിട്ടുള്ള തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. തന്നെയല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു കുപ്പിയിൽ വെള്ളം കരുതിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തോണം ബ്രേസ് ചെയ്യുന്ന സമയത്ത്. ഇത് ചെറിയ പൈപ്പായതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് ആയിക്കോളും. ബ്രേസിങ്ങിലേക്ക് കിടക്കാം. നൈട്രജൻ 5 PSI ബ്രേസ് ചെയ്യാം കേട്ടോ. ഓക്കെ. കേട്ടോ. അതിനകത്ത് വേണമെങ്കിൽ ഇറക്കി കിട്ടും. പുഷ് ചെയ്ത് വെച്ചോ, ഇത് പുഷ് ചെയ്യും. ബ്രേസ് ചെയ്യുമ്പോൾ കോളർ ചൂടാക്കുന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞേനെ. ഫസ്റ്റ് കോളർ ചൂടായി കഴിയുമ്പം പൈപ്പ് ചൂടാക്കിയിട്ട് റാഡ് മുകളിൽ നിന്ന് പയ്യെ ടച്ച് ചെയ്യുമ്പോഴേ റാഡ് ഈ ജോയിനിലേക്ക് വരും. ഇപ്പോൾ കാണുന്നുണ്ടോ, ജോയിനിലേക്ക് വന്ന് ഫില്ലാവും. മെയിനായിട്ട് എപ്പോഴും വാൽവിൻ്റെ റബ്ബർ വാഷ് ഉള്ളതുകൊണ്ട് വാൽവിന് എപ്പോഴും ഈ വെള്ളം നനച്ചു കൊടുക്കും. ഫ്ലെയിം പോകുന്നില്ല അങ്ങോട്ട്. ഇല്ലില്ല. ജിപ്സം പീസ് വെക്കുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ബ്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അധികം പ്ലേറ്റുകളൊന്നും ഡാമേജ് ആകാത്ത രീതിയിൽ. പേടിക്കണ്ട, ഫ്ലെയിം പോകുന്നുള്ളൊരു അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതുണ്ട്, ഇതിന് നീളം കുറവാകുകൊണ്ട് ഇത് നമുക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ട് ചെറുതായിട്ട്. ഇത് ഓക്കെ കേട്ടോ. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇച്ചിരി പൊക്കി വെക്കാം, മറ്റേ തീ പിടിക്കാം. തുണി വെള്ളം വിറ്റുന്നുണ്ടോ? പിന്നെ നൈട്രജനും കൂടെ ഒന്ന് മാറ്റി ഇട്ടിട്ടുള്ളൂ. നൈട്രജൻ മാറ്റി കണക്ട് ചെയ്യുകയാണ്. നൈട്രജൻ കണക്ട് ചെയ്യുന്നത് കാർബൺ അക്യുമുലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്സിജൻ്റെ പ്രസൻസ് പൈപ്പ് ലൈനിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നൈട്രജൻ ഓൺ ചെയ്യുക കേട്ടോ.
ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്ലെയിൻ പോകും. ബാക്കിലേക്ക് ഇറങ്ങിയായിരുന്നു. ബ്രേക്കിംഗ് ഒന്ന് ഓർഡർ കാണിച്ചു.